അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അയ്യുഹ തുല്ലാബ്, കൈഫ ഹാലുക്കും? ബഖൈർ അൽഹംദുലില്ലാ. സ്വബാഹൽ ഖൈർ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എടുത്തിരുന്നത് പേജ് നമ്പർ 50 വരെയുള്ള അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയ എന്ന മസ്രഹിയായിരുന്നു, ഒരു നാടകമായിരുന്നു. അതിലെ ലൗഹത്തുൽ ഊല ഒന്നാമത്തെ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ ഭാഗത്ത് അവിടെ മസ്രഹിൽ സ്റ്റേജിലുള്ളത് ഒരു ബൈത്തുൻ സഗീർ, ഒരു ചെറിയ വീട്, കൊച്ചു വീട്. അതിൻ്റെ പൂമുഖത്ത് പിന്നെ അവിടെ ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഷഫീഖിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഷഫീഖ് നിങ്ങളെപ്പോലെ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവന് കുറേ ദിവസമായിട്ട് സ്കൂളിൽ വരാത്തത് കൊണ്ട് അവൻ്റെ സ്കൂളിലെ നാദിറുൽ മദ്രസ HM-ഉം അതേപോലെ തന്നെ മുറബ്ബി സൊഫ് ക്ലാസ് ടീച്ചറും ക്ലാസ് അധ്യാപകനും അവനെ തിരക്കി വീട്ടിൽ വന്നതാണ്. വീട്ടിലെത്തിയപ്പോൾ രോഗിയായ ഉമ്മയെ കാണുന്നു. ഷഫീഖ് അവിടെ ഇല്ല. അപ്പോൾ അവർ വിഷയങ്ങളൊക്കെ സംസാരിച്ചു, എന്തുകൊണ്ടാണ് അവൻ സ്കൂളിൽ വരാത്തത്. അപ്പോൾ അവൻ്റെ വാപ്പ മരിച്ചു കുറച്ച് വർഷങ്ങളായി. അവനിടയ്ക്ക് ജോലിക്ക് പോവേണ്ടി വരുന്നത് കൊണ്ടാണ് സ്കൂളിൽ വരാൻ കഴിയാത്തത്. അപ്പോൾ ഇത്ര പ്രായത്തിൽ, ഈ പഠിക്കുന്ന പ്രായത്തിൽ അവൻ ജോലിക്ക് പോവേ എന്ന സങ്കടം അവർ പരസ്പരം പങ്കുവച്ചു. അങ്ങനെ നിങ്ങളുടെ ചിലവൊക്കെ ഞങ്ങൾ വഹിച്ചോളാം, അവനെ സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞ് അവരിറങ്ങാൻ നിൽക്കുമ്പോൾ ഷഫീഖ് ജോലിക്ക് പോയ ഡ്രസ്സുമായി അവിടേക്ക് വരുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് നന്ദി പറഞ്ഞു. നിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അറഫ്ന ജമിയ അഹ്വാലിക്, നിൻ്റെ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെഹ്നു നെറൂഹു അല്ലാൻ, ഇപ്പം ഞങ്ങൾ പോവുകയാണ്. നഖൂമ ബി കഫാലത്തിക്കും ബുക്ക്, നിങ്ങളുടെ ചിലവൊക്കെ ഞങ്ങൾ വഹിച്ചോളാം. ബുക്ര തആലിൽ മദ്രസ, നാളെ നീ സ്കൂളിൽ വരണം. അങ്ങനെ അവരോട് നന്ദി പറഞ്ഞു. അവർ മുറബ്ബി സൊഫും ക്ലാസ് ടീച്ചറും ക്ലാസ് അധ്യാപകനും നാദിറുൽ മദ്രസ സ്കൂൾ HM-ഉം ഹെഡ് മാസ്റ്ററും അങ്ങനെ വീട്ടിൽ നിന്ന് പോയി. ഇനി ഒന്നാമത്തെ രംഗം മസ്രഹുൽ ഊല, ഒന്നാമത്തെ രംഗം ലൗഹത്തുൽ ഊല അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ രംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൽ കുറച്ച് വർക്കുകൾ പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മൾ ഉപചാരവാക്കുകൾ, ഒരാളെ പിന്നെ സംസാരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ഉപചാരവാക്കുകൾ ഇതിൽ വന്നത് ഈ കോളത്തിലേക്ക് താഴേക്ക് എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ തൊബാൻ, ശരി, തഫല്ലലു, വരൂ എന്നിങ്ങനെ ആളുകളോട് ഉപചാരവാക്കുകളായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന അറബിയിലെ പദങ്ങളാണ് ശുക്രൻ, ജസാക്കുമുള്ള, അസ്സലാമു അലൈക്കും, അതേപോലെ പിന്നെ മിൻ ഫദ്ലിക്. ഇതിൽ വന്നിട്ടുള്ള അത്തരം പദങ്ങളെ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എഴുതി അയക്കാത്തവർ എത്രയും പെട്ടെന്ന് അത് അയച്ചു തരിക. പിന്നൊന്ന്, രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് അത് ഈ സംഭാഷണം പൂരിപ്പിക്കാനായിരുന്നു. ഷഫീഖും ഉമ്മയും, ഇപ്പോൾ മുറബ്ബി സൊഫും നാദിറുൽ മദ്രസയും അവിടെ വന്ന സമയത്ത് ഷഫീഖ് അവിടെ അല്ല. അവർ നടത്തിയ ഉമ്മയോട് പറഞ്ഞ സംസാരം അവർ മുഴുവൻ കേട്ടിട്ടില്ല അവന്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് അവൻ ചോദിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ അത് എഴുതി അയച്ചു തരാം. ഇനി രണ്ടാമത്തെ രംഗമാണ് നമുക്ക് എടുക്കാനുള്ളത്, ലൗഹത്തു സാനിയ. രണ്ടാമത്തെ രംഗത്ത് കാണുന്നത് ഇർതഫിഉ സിത്താർ. ഇർതഫിഉ സിത്താർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർട്ടൻ ഉയരുന്നു. അലൽ മസ്രഹി, സ്റ്റേജിൽ കാണുന്നത് ബൈത്തുൻ ജമീലുൻ, ഭംഗിയുള്ളൊരു വീടാണ്. യജ്ലിസു ഫി വാജിഹത്തിൽ മൻസിലി, വീടിൻ്റെ പൂമുഖത്ത് ഇരിക്കുന്നുണ്ട്. യജ്ലിസു, ഇരിക്കുന്നു. ഫി വാജിഹത്തിൽ മൻസിൽ എന്ന് പറഞ്ഞാൽ വാജിഹത്തുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പൂമുഖം അഥവാ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. റജുലൻ, ഒരു ആളിരിക്കുന്നുണ്ട്. യബ്ലുഗു ഉംറുഹു 58 അദ്ദേഹത്തിൻ്റെ പ്രായം കണ്ടാൽ അദ്ദേഹത്തിന് എത്ര വയസ്സായിട്ടുണ്ട്? ഏകദേശം 58, 58 വയസ്സ് പ്രായമായിട്ടുണ്ട്. യബ്ലുഗു ഉംറുഹു 58, 58 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അഥവാ 60 അടുത്ത പ്രായമായി. 58, 58 വയസ്സായി. വഹുവ യഖ്റഉൽ ജരീദ, അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുക. പത്രം വായിച്ചൊരു 58 വയസ്സൊക്കെ ഉള്ള ഒരാളിങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് സ്റ്റേജിൽ നമ്മൾ കാണുന്നത്. യദ്ഖുലുൽ മസ്റഹ, അപ്പോൾ ആ വേദിയിലേക്ക്, ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഷഫീഖുൻ ഫി സിയ്യിൻ ഫാഖിരിൻ, ഷഫീഖ് അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഷഫീഖ് ധരിച്ചിട്ടുള്ളത് സിയ്യിൻ ഫാഖിരിൻ, നല്ല പിന്നെ ആഡംബര വസ്ത്രമാണ്, അഥവാ നല്ല പ്രൗഢിയുള്ള, കണ്ടാൽ കുറച്ച് വില പിടിപ്പുള്ള നല്ല വസ്ത്രമാണ് ഇപ്പോൾ
ഷഫീഖ് ധരിച്ചിട്ടുള്ളത്. ഫിയദിഹി ഹഖീബ, അവൻ്റെ കയ്യിലൊരു സ്യൂട്ട് കേസുണ്ട്, ഒരു ബാഗുണ്ട്. ഉംറുഹു 25, ഷഫീഖിൻ്റെ പ്രായം ഇപ്പോൾ എത്രയാണ്? 25 വയസ്സാണ്. 25, 20, 55, അപ്പോൾ 25 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ രംഗത്ത് മസ്റഹിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ഷഫീഖാണ്, അവിടേക്ക് ഇപ്പോൾ വന്നതാണ് ഷഫീഖ്, ആ ഭംഗിയുള്ള വീട്ടിലേക്ക്, ഈ ബൈത്തുൻ ജമീലിലേക്ക് വന്നതാരാണ്? ഷഫീഖാണ്. അപ്പോൾ ഷഫീഖ് എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും യാ സയ്യിദി, അസ്സലാമു അലൈക്കും മിസ്റ്റർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മുറബ്ബിസഫ്, അപ്പോൾ ആ ഇരിക്കുന്ന ആളാരാണ്? ക്ലാസ് അധ്യാപകനാണ്. മുറബ്ബിസഫ്. മുസ്തഗ്രിബൻ, അപ്പോൾ വന്ന ആളെ പരിചയമില്ലാത്തതുകൊണ്ട് അപരിചിത ഭാവത്തോടെ, അതാണ് മുസ്തഗ്രിബ് എന്ന് പറഞ്ഞാൽ, അപരിചിതത്വത്തോടെ ആണ് സലാം അടക്കുന്നത്. വഅലൈക്കും സലാം, കാരണം ആളെ മനസ്സിലായിട്ടില്ല. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. ഷഫീഖ് യുസാഫിഹു, ഷഫീഖ് അപ്പം എന്ത് ചെയ്തു? കൈ കൊടുത്തു. മുസാഫഹത്ത് നടത്തുന്ന കൈ കൊടുക്കുക, ഷെയ്ഖാൻ്റെ ചെയ്യുന്നതിനാണ് പറയാം. അലാ തദ്കുറൂനി അല്ല യാ സയ്യിദി, അലാ തദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ സാറേ? യാ സയ്യിദി, സാറേ നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? അലാ തദ്കുറൂനി യാ സയ്യിദി, സാറേ നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? അപ്പം മുറബ്ബിസഫ്, ക്ലാസ് അധ്യാപകൻ, യൻളുറു ഇലാ വജ്ഹിഹി മുഫക്കിറൻ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ബഅദ ബുർഹ, കുറച്ച് സമയത്തിന് ശേഷം, അൻത ഷഫീഖ്, നീ ഷഫീഖാണോ എന്നെന്ത് ചെയ്തു? മുറബ്ബിസഫ് ചോദിച്ചു. അപ്പോൾ ഷഫീഖ്, നഅം യാ സയ്യിദി, അതെ സാർ ഞാൻ ഷഫീഖാണ്. അപ്പോൾ മുറബ്ബിസഫ്, മാഷാ അല്ലാഹ് യുആനിഖുഹു, മാഷാ അല്ലാ എന്ന് പറഞ്ഞതിന് ശേഷം പല അത്ഭുതകരമായ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ മാഷാ അല്ലാ പറയലുണ്ടല്ലോ, അതേപോലെ യുആനിഖുഹു, യുആനിഖു, ആനക്ക യുആനിഖു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ഷഫീഖിനെ ആലിംഗനം ചെയ്തു. അന ഫി ബാലിഗിൽ ഫറഇ വസ്സുറൂർ, ഞാൻ അങ്ങേയറ്റം ആഹ്ലാദത്തിലും സന്തോഷത്തിലാണ്. ബാലിഗിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, ഫറഹ് സന്തോഷത്തിലും, വസ്സുറൂർ ആഹ്ലാദത്തിലുമാണ്. എനിക്ക് അങ്ങേയറ്റം ആഹ്ലാദവും സന്തോഷവുമുണ്ട് ബിലിഖാഇക, നിന്നെ കണ്ടുമുട്ടിയതിൽ. ഐന കുൻത, നീ എവിടെയായിരുന്നു? ഷഫീഖ്, അപ്പോൾ ഷഫീഖ് മറുപടി പറയാണ്, അൽ ആന ഫി ബംഗളൂർ, ഞാനിപ്പോൾ എവിടെയാണ്? അൽ ആന ഫി ബംജലൂർ, ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. അഅമലു മുഹന്ദിസ കമ്പ്യൂട്ടർ, ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അഅമലു, ഞാൻ ജോലി ചെയ്യുന്നു. മുഹന്ദിസ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. മുഹന്ദിസ് മാന എഞ്ചിനീയർ. മുറബ്ബിസഫ്, മുബാറക്, നല്ലത്, കൺഗ്രാജുലേഷൻ, അതാണ് മുബാറക്, അഭിനന്ദനങ്ങൾ. അൻത ഖദ് ഹഖഖത ഉംനിയത ഉമ്മിക വ അഹ്ലാമന, അൻത ഖദ് ഹഖഖത, തീർച്ചയായും നീ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഉംനിയത ഉമ്മിക, നിൻ്റെ ഉമ്മയുടെ അഭിലാഷം. ഉംനിയത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. വ അഹ്ലാമന, ഞങ്ങളുടെ സ്വപ്നങ്ങളും. അപ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളും നിൻ്റെ ഉമ്മയുടെ ആഗ്രഹവും തീർച്ചയായും നീ ഇപ്പോൾ സാക്ഷാത്കരിച്ചു, അത് നേടിയെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് അവിടെയുള്ള ഒരു രംഗമാണ്. എന്താണ്? യബ്തഇദു ഷഫീഖ്, ഷഫീഖ് ഒന്ന് മാറി നിൽക്കുന്നു. അനിൽ മുദരിസ്, അധ്യാപകൻ്റെ അടുത്തുനിന്ന്. ഖലീലൻ, അല്പം. വയംസഹു ദുമോഅഹു, എന്നിട്ട് അവൻ്റെ കണ്ണുനീരിങ്ങനെ തുടക്കുന്നു. അപ്പോൾ ഷഫീഖ് കരയാണ്. ഷഫീഖ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ തുടക്കുകയാണ്. അധ്യാപകൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്നിട്ട് കാണാതിരിക്കാൻ വേണ്ടി. മുറബ്ബിസഫ്, അപ്പോൾ അധ്യാപകൻ, ക്ലാസ് അധ്യാപകൻ ചോദിച്ചു. യംസഹു കത്തിഫഹു, അവൻ്റെ ചുമലിൽ ഇങ്ങനെ, അവൻ്റെ തോളത്ത് ഇങ്ങനെ തടവിക്കൊണ്ട് ചോദിച്ചു. മാ ബിക്ക യാ ബുനയ്യ, മോനെ നിനക്ക് എന്തു പറ്റി? അപ്പോൾ ഷഫീഖ് പറയാം, മുതനഹിദൻ, നെടുവീർപ്പിട്ടുകൊണ്ട്, ഉമ്മീ ഉമ്മീ, എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ. അപ്പോൾ മുറബ്ബിസഫ്, ക്ലാസ് ടീച്ചർ ചോദിച്ചു, മാതാ തുരീത്, എന്താ ഈ പറയണേ, എന്താ നീ ഉദ്ദേശിക്കണത്? മഅദഹ്ഷ, കുറച്ച് പരിഭ്രാന്തിയോടെ. അപ്പോൾ ഷഫീഖ് പറയാണ്, ഉമ്മി അൽ ഹനൂൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. ഹനൂൻ എന്ന് പറഞ്ഞാൽ പ്രിയങ്കരിയായ, പ്രിയപ്പെട്ട എൻ്റെ ഉമ്മ. ഖദ് ഫാറഖ്തനി ഖബ്ല സിനീൻ, വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷം മുമ്പ് അവരെന്നെ വിട്ടുപിരിഞ്ഞു. വസിർത്തു, ഇപ്പോൾ ഞാനായിട്ടുണ്ട്, വഹീദൻ, ഞാനിപ്പോൾ ഒറ്റക്കാണ്. വഫഖദ്തു സആദത്തി ബിഫിറാഖി ഉമ്മി, എൻ്റെ ഉമ്മയുടെ വേർപാടോടുകൂടി എൻ്റെ സൗഭാഗ്യമെല്ലാം നഷ്ടപ്പെട്ടു. അഥവാ എനിക്ക് എൻ്റെ സന്തോഷമൊക്കെ പോയി. ഉമ്മ മരണപ്പെട്ടതോടെ എൻ്റെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. യദുറുഫു അദ്ദുമു, അവൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ്. മുറബ്ബിസഫ്, അപ്പോൾ ക്ലാസ് അധ്യാപകൻ മുലാത്തിഫൻ, അവനിങ്ങനെ
വാത്സല്യത്തോടെ അഥവാ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗഫർ അല്ലാഹു ലി ഉമ്മിക്, നിൻ്റെ ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. തഇബത്ത് ലി അജ്ലിക കസീറ, നിനക്ക് വേണ്ടി ഒരുപാട് അവർ ക്ഷീണിച്ചിട്ടുണ്ട്. യാ ബുനയ്യ ലാ തഹസൻ, പൊന്നുമോനെ നീ വിഷമിക്കേണ്ടതില്ല. ഹാദ മിൻ തഖ്ദീരില്ലാഹി വഖലാഹി, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. ഷഫീഖ് യാ സയ്യിദി, സാറേ അൻത വറാ നജാഹി, താങ്കളാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് താങ്കളാണ്. ജസാക്കുമുല്ലാഹു അഹ്സൻ അൽ ജസാ, അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം തരട്ടെ. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? യഫ്തഹുൽ ഹഖീബ, ഷഫീഖ് കൊണ്ടുവന്ന സൂട്ട് കേസ് ബാഗ് തുറക്കുന്നു. വയൗഖുദു മിൻഹ ഹദിയ, എന്നിട്ട് അതിൽ നിന്നൊരു ഹദിയത്ത് സമ്മാനമെടുക്കുന്നു. വയമുദ്ദുഹ ഇലൈഹി ഖായിലൻ, എന്നിട്ട് തൻ്റെ സാറിന് അതവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. എന്താ പറയുന്നത്? ഷഫീഖ് യാ സയ്യിദി, സാറേ ഹാദിഹി ഹദിയത്തുൻ ബസീത്ത, ഇത് ചെറിയൊരു സമ്മാനമാണ്. ബസീത്തത്ത് എന്ന് പറഞ്ഞാൽ ലളിതമായ ചെറിയ ഒരു ഹദിയയാണ്, സമ്മാനമാണ്. തദ്ക്കാറല്ലി ഉമ്മിയൽ ഹനൂൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ തദ്ക്കാർ, ഓർമ്മയ്ക്ക് വേണ്ടി, സ്മരണയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സമ്മാനമാണിത്. അപ്പോൾ മുറബിസൊഫ്, ക്ലാസ് അധ്യാപകൻ, മാലി വലി ഹാദി ഹദിയ, എനിക്കെന്തിനാ ഈ സമ്മാനമൊക്കെ, എനിക്കിപ്പോൾ സമ്മാനമൊന്നും ആവശ്യമില്ല എന്ന നിലക്ക് മാലി വലി ഹാദിൽ ഹദിയ, എനിക്കെന്തിനാ ഈ സമ്മാനമൊക്കെ, ഈ ഗിഫ്റ്റൊക്കെ. ഹക്കൻ അൻത ബി നഫ്സിക ഹദിയത്തി, എനിക്ക് സമ്മാനമൊന്നും വേണ്ട, നീ തന്നെയാണ് എനിക്ക് ഉള്ള സമ്മാനം, അഥവാ നീ ഇങ്ങനൊരു നല്ല നിലയിലെത്തി എന്നത് തന്നെയാണ് എനിക്ക് നീ തരുന്ന ഗിഫ്റ്റ്. അതാണ് ഹക്കൻ അൻത ബി നഫ്സിക ഹദിയത്തി, നീ തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയ സമ്മാനം. ഷഫീഖ് തഫല്ലൽ യാ സയ്യിദി, ഇത് സ്വീകരിച്ചോളൂ സാറേ. അൻത അഹഖു ബിഹാദിഹിൽ ഹദിയ, താങ്കളാണ് ഈ സമ്മാനത്തിന് ഏറ്റവും അവകാശപ്പെട്ട ആൾ. കാരണം എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് താങ്കളാണ്, അതുകൊണ്ട് ഈ സമ്മാനത്തിന് താങ്കളാണ് ഏറ്റവും അർഹതയുള്ള ആൾ. ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഈ മസ്റഹിയൻ്റെ മൗലൂ എന്ന് പറയുന്നതും അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഉഗനിയത്തുൻ മിൻ വറാ ഇസിത്താർ, ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് വിരിയുടെ പിന്നെ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുകയാണ്. എന്താ പാട്ട്? ഇന്നൽ മുഅല്ലിമ ഖുദവത്തുൻ ഫിന്നാസി മർഫൂഉൽ ജനാബ് വന്നശ്ഉ യദ്കുറു ഫളലഹു ഹത്താ യുവാറാ ഫിത്തുറാബ് യാ റബ്ബി ബാരിക് സഅയഹു ദല്ലില്ലഹു കുല്ലസ്സിആബ്. ഇന്നൽ മുഅല്ലിമ ഖുദവത്തുൻ ഫിന്നാസി മർഫൂഉൽ ജനാബ് വന്നശ്ഉ യദ്കുറു ഫളലഹു ഹത്താ യുവാറാ ഫിത്തുറാബ് യാ റബ്ബി ബാരിക് സഅയഹു ദല്ലില്ലഹു കുല്ലസ്സിആബ്. അപ്പോൾ ഇന്നൽ മുഅല്ലിമ ഖുദവത്തുൻ ഫിന്നാസ് മർഫൂഉൽ ജനാബ്, അധ്യാപകർ എന്ന് പറയുന്നത് ജനങ്ങളിൽ വലിയ മാതൃകാപുരുഷന്മാരാണ്, ഉയർന്ന സ്ഥാനമുള്ളവരാണ്. വന്നശ്ഉ യദ്കുറു ഫളലഹു ഹത്താ യുവാറാ ഫിത്തുറാബ്, മണ്ണിൽ മറവ് ചെയ്യുന്നത് വരെ അവരുടെ ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കും, ഓർത്തുകൊണ്ടിരിക്കും. യാ റബ്ബി ബാരിക് സഅയഹു, അവരുടെ പരിശ്രമത്തിന് അല്ലാഹുവേ നീ അവർക്ക് അനുഗ്രഹം ചൊരിയണേ. ദല്ലില്ലഹു കുല്ലസ്സിആബ്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് നീ എളുപ്പം നൽകണേ എന്ന് അധ്യാപകർക്ക് വേണ്ടിയുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഉഗനിയത്തുൻ മിൻ വറാഇ സിത്താർ, വിരിയുടെ മറയുടെ അഥവാ ഈ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഉള്ള പാട്ട്. അപ്പോൾ ഇനി ഇതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അയ്യു ഷഖ്സിയത്തിൻ അജബത്ക ഫി ഹാദിഹിൽ മസ്റഹിയ, ഈ നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ കഥാപാത്രം ഏതാണ്? അയ്യു മുക്കാലമത്തിൻ അസ്സറത്ത് ഫി ഖൽബിക, ഇപ്പോൾ കുറേ സംസാരങ്ങളാണല്ലോ ഇതിലുള്ളത്, അതിലേത് സംസാരമാണ് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത്, മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു വർത്തമാനം, ഡയലോഗ് ഇതിൽ ഏതായിരുന്നു? ഉക്തുബ് ഉൻവാനൻ ആഖർ ലിഹാദിൽ മസ്റഹിയ, ഈ നാടകത്തിന് അൻത അഹഖു ബിഹാദിൽ ഹദിയ എന്നതല്ലാത്ത മറ്റൊരു ഹെഡിങ് നിങ്ങൾ എന്താണ് കൊടുക്കുക? ഇത്രയാണ് അതിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊന്ന് നറാഫിൽ മദാരിസി തുല്ലാബൻ മിസ്ല ഷഫീഖ് യഹ്താജൂന ഇലൽ ഇനായത്തി വർ റഹ്ഫത്ത്, ഇങ്ങനെ സഹായ സഹകരണം ആവശ്യമുള്ള കുറേ കുട്ടികൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാം. ഫമാദാ നഫ്അൽ, അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നുഇദ്ദു മുദക്കിറത്തൻ ബി മുസാഅദത്തിൻ നിഖാത്ത്, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം താഴെ കൊടുത്ത കോളത്തിലെ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ
താഴേക്ക് എഴുതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നജ്മഉ ലഹു അൽ മലാബിസ്, അവന് വേണ്ടി ഞങ്ങൾ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യും. അതേപോലെ തന്നെ നസൂറു, ഇപ്പോൾ ഇവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എഴുതണം. നസൂറു, ഞങ്ങൾ സന്ദർശിക്കും, അവൻ്റെ വീട് ഞങ്ങൾ സന്ദർശിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്. എന്നിട്ട് അവന് കളിക്കോപ്പുകൾ, അങ്ങനത്തെ ടോയ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും, നോട്ട്ബുക്ക് വാങ്ങിക്കൊടുക്കും, അതേപോലെ തന്നെ പെൻസിൽ വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഇതിൽ വന്ന പദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡയറി കുറിപ്പ് പോലെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇനി താഴെയുള്ളത് അല്ലുഗത്തു വത്തദബുഖ്. മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ താഴെ കൊടുത്തതിൽ നിന്ന് ലൊമീറുകളെ മനസ്സിലാക്കാനാണ്. അഥവാ ലൊമീറുകൾ എന്ന് പറഞ്ഞാൽ ഹുവ ദാരിസുൻ നഷീത്തുൻ, അവൻ ഉന്മേഷവാനായ സ്മാർട്ട് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് മാർക്കിൽ കൊടുത്തിട്ടുള്ളത് ഹുവ അവൻ, ഹീസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഹി എന്നതിന് ഹുവ എന്നാണ് അവിടെ പ്രയോഗിച്ചത്, അവൻ. ഹിയ എന്ന് പറഞ്ഞാലോ ഹിയ തബക്കി, അവൾ കരയുന്നു. അന മരീളത്തുൻ, ഞാൻ രോഗിയാണ്. നഹനു നുസായിദുക, ഞങ്ങൾ നിന്നെ സഹായിക്കാം. അപ്പോൾ അന ഞാൻ, നഹനു നമ്മൾ, ഞങ്ങൾ, ഹുവ അവൻ, ഹിയ അവൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ കുറച്ച് വർക്കുകൾ കൂടി നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ അലൗഹത്തു സാനിയ, രണ്ടാമത്തെ രംഗത്തോടെ ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഇതിൽ വന്നിട്ടുള്ള പുതിയ പദങ്ങൾ നിങ്ങൾ പരിചയപ്പെടുക. 3 വർക്കുകളാണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിൻ്റെ നേരെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് നിങ്ങളെ മനസ്സിൽ സ്വാധീനിച്ച ഡയലോഗ്, ഇതിന് മറ്റൊരു ഹെഡിങ് കൊടുക്കാനാണ്. നിങ്ങൾ ഏത് ഹെഡിങ് ആയിരിക്കും കൊടുക്കുക. രണ്ടാമത്തത്, നമ്മുടെ സ്കൂളിൽ ഇതുപോലത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് ഈ കോളത്തിലെ വാക്കുകൾ ഉപയോഗിച്ച് താഴേക്ക് എഴുതാനാണ്. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഹുവ, ഹിയ, അന, നഹനു, ഈ 4 അറബി എഴുതി അതിൻ്റെ നേരെ അതിൻ്റെ അർത്ഥം എഴുതാനാണ്. ഹുവ അവൻ, ഹിയ അവൾ, അന ഞാൻ, നഹനു നമ്മൾ. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.